കുറേ ദിവസമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് KJ ഷൈൻ ടീച്ചർക്കെതിരായ അപവാദ പ്രചരണവും അതിലെ കുറ്റാരോപിതരായ അല്ലെങ്കിൽ പ്രതികളായ ആളുകളെ പോലീസ് അതിവേഗത്തിൽ പിടികൂടുന്നു, അറസ്റ്റ് ചെയ്യുന്നു. ആ അറസ്റ്റിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ ആ അപവാദ പ്രചാരണത്തിൽ ഒന്നാം പ്രതിയായ CK ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം സെഷൻസ് കോടതി ഇന്ന് പരിഗണിച്ചേക്കും എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിനോട് കോടതി റിപ്പോർട്ട് തേടിയിരുന്നു. എറണാകുളം റൂറൽ സൈബർ പോലീസ് കേസിന്റെ വിശദാംശങ്ങൾ കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത രണ്ടാം പ്രതി KM ഷാജഹാന് ജാമ്യം ലഭിച്ചത് പോലീസിന് തിരിച്ചടിയായിരുന്നു. വിവരങ്ങളുമായി ആര്യ വിനോദാണ് ചേരുന്നത്. ആര്യ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഒന്നാം പ്രതി ഗോപാലകൃഷ്ണന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. ഇന്നലെ ഇപ്പോൾ KM ഷാജഹാന് ജാമ്യം ലഭിച്ചിരുന്നപ്പോൾ സമാനമായ ഒരു ഇടപെടൽ നിലപാട് ഉത്തരവ് തന്നെയായിരിക്കും കോടതിയിൽ നിന്നുണ്ടാവുക എന്നാണോ കരുതുന്നത്? ഇന്നലെ പോലീസിന് വലിയ തിരിച്ചടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്താകും സംഭവിക്കുക? ഗുഡ് മോർണിംഗ് ദിവ്യ, സൈഫുദ്ദീൻ. ഇപ്പോൾ CK ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി റിപ്പോർട്ട് തേടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കോടതിയിൽ പോലീസ് വിശദാംശങ്ങൾ നൽകും. ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് അടക്കം സമർപ്പിച്ചതിന് ശേഷമായിരിക്കും ഈ ഒരു ജാമ്യാപേക്ഷയിൽ വാദങ്ങൾ നടക്കുക. ഇതിനെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. ഇന്നലെയാണ് രണ്ടാം പ്രതിയായ ഷാജഹാന് ജാമ്യം ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അഭാവത്തിൽ IT ആക്ട് 67 പ്രകാരം ജാമ്യം ഉള്ള വകുപ്പുകൾ ചേർത്തായിരുന്നു കേസെടുത്തിരുന്നത്. ഇതിൽ തെളിവുകളുടെ അഭാവത്തിലാണ് ഇന്നലെ ജാമ്യം ലഭിക്കുന്നത്. അപ്പോൾ അതിന് വ്യവസ്ഥകളും വെച്ചിരുന്നു. ഈ ഒരു സമാനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുതെന്നും അതുപോലെ തന്നെ 25,000 രൂപയുടെ ബോണ്ടും 2 ആൾജാമ്യം ലഭിച്ചതിന് ശേഷമാണ് ഷാജഹാന് ജാമ്യം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നും ഈ ഒരു ഒന്നാം പ്രതിയായ CK ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഈ ഒരു പരിഗണിക്കുന്നത്. എറണാകുളം സെഷൻസ് കോടതിയാണ് ഇന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ വാദങ്ങളും എല്ലാം നടക്കും. ഇതിന്റെ പ്രോസിക്യൂഷൻ ഇതിനെ ശക്തമായി എതിർക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. ശരി ആര്യ, അപ്പോ ദിവ്യ, ഷാജഹാന്റെ കേസിൽ കോടതി എടുത്ത നിലപാട് വെച്ച് നോക്കുമ്പോൾ ഗോപാലകൃഷ്ണന് ജാമ്യം കിട്ടാനാണ് സാധ്യത. കാരണം പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ പോലീസ് ചുമത്തിയെങ്കിലും അത് ആ അർത്ഥത്തിൽ ആ ഗൗരവത്തോടു കൂടി പരിഗണിക്കാൻ ഇന്നലെ പക്ഷേ കോടതി തയ്യാറായി. കോടതിയെ അത് ബോധ്യപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.